ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് സാക്ഷ്യവിചാരമാണ്. അതായത് ഈ ആഴ്ചയിൽ നടന്ന ചില സാക്ഷ്യങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ആ സാക്ഷ്യങ്ങളുടെ ഒരു ഉടമ്പടി ജീവശാസ്ത്രമുണ്ട്, അത് വചനാധിഷ്ഠിതമായി പരിശോധിക്കുകയും ആ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയും ചെയ്യുകയാണ് ഈ സാക്ഷ്യവിചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ആഴ്ചത്തെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് ക്രിസ്റ്റി ജിനോയുടെ സാക്ഷ്യമാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, നല്ലതല്ലാത്ത സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കത്തുമില്ല. പക്ഷെ അതല്ല ടിപ്പിക്കൽ സാക്ഷ്യം എന്ന് പറയും. ക്രിസ്റ്റി ജിനോയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ഒരു ജർമ്മൻ സ്റ്റുഡൻ്റാണ്, ജർമ്മൻ ഭാഷ സ്റ്റുഡൻ്റാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ അവർക്ക് A1 A2 പരീക്ഷയുടെ സമയത്ത് കോവിഡാണ് വന്നത്. അവർക്ക് കോവിഡ് വന്ന് ശ്വാസം കിട്ടാതെയായി, ക്ലാസ്സിൽ പോകാൻ പറ്റാതെയായി, ക്ലാസ്സിൽ ആബ്സെൻ്റായി. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ തോക്കുമെന്നുള്ള കാരണം വെറുതെ കാശ് കളയണ്ട എന്നാണ് പൊതുവെയുള്ള ഒരു പൊതുധാരണ. പക്ഷെ എങ്കിലും അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുകയും 60% പോലും അറ്റൻഡൻസ് ഇല്ലായിരുന്ന ഈ ക്രിസ്റ്റി ജിനോ A1 ഏറ്റവും കവർ ചെയ്യുകയും ചെയ്യും അത്ഭുതകരമായി. പിന്നെ B1 B2 എക്സാം വരും, ജർമ്മൻ. അത് അവർക്ക് കോയമ്പത്തൂർ പോയി എഴുതേണ്ടതാണ്. B1 B2 എക്സാം വരുമ്പോൾ കുറച്ച് പഠിക്കാൻ പറ്റും, കുറച്ച് പഠിക്കാൻ പറ്റത്തില്ല, കൊളാപ്സാണ്. പക്ഷെ പരീക്ഷ എഴുതാൻ പോയ സ്ഥലത്ത്, എനിക്കൊന്ന് കൽക്കട്ടയിലാണ് പരീക്ഷ എഴുതാൻ പോയിരിക്കണം തോന്നുന്നത്, അവിടെ വെച്ച് ഇവർക്ക് ഫുഡ് പോയ്സൺ അടിക്കാം. അവിടുത്തെ ഭക്ഷണം പിടിക്കാതെ വന്നിട്ട് ഛർദിലും മറ്റസുഖമൊക്കെ ഇട്ടിട്ട് കിടന്നു പോകും, തളർന്നു പോകും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. എന്നിട്ട് ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഇവർ പോയി B1 B2 അറ്റൻഡ് ചെയ്യും. പക്ഷെ അതിനെല്ലാം നല്ല സ്കോർ കിട്ടും. എന്താ വിഷയമെന്ന് പറയണത്, നമ്മൾക്ക് ഇവിടെ ഒന്നും ഒരു കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കണമെന്ന് റീസണബിളായിട്ട് പറയാൻ പറ്റണില്ല. ഒരു യുക്തിപരമായിട്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി യുക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാക്ഷ്യമല്ലത്. പക്ഷേ ഇറ്റ്സ് ഹാപ്പൻഡ്. സോ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ബൈബിളാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ റീസണബിളായിട്ട് നടക്കത്തില്ല, മാത്തമാറ്റിക്കലായിട്ട് നടക്കത്തില്ല, യുക്തിപരമായിട്ട് നടക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബൈബിളേ പറയത്തുള്ളൂ, കർത്താവിൻ്റെ വചനമേ പറയത്തുള്ളൂ. എന്താണ് പറയണത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. ഒന്ന് പറഞ്ഞ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. റോമ 9:16 മെസ്സേജ് ഉള്ളത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ജീവിതം നിന്റെ
ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 9:16 9:16 വാക്യം. അതുകൊണ്ട് ഇത് പറഞ്ഞ അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ ദയ. ദൈവം നമ്മോട് ഒരു ദയ കാണിക്കുന്നതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം എല്ലാം ദൈവം നമ്മോടൊരു ദയ കാണിച്ചാൽ നമ്മളുടെ സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അതീതമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് അസ്പയർ ചെയ്യണത്, അല്ലെങ്കിൽ ആർജിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ ദയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റണം, അല്ലേ? ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമുക്ക് ദൈവത്തിൻ്റെ ദയ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, ആർജിക്കാനും പറ്റത്തില്ല, പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിനൊരു സ്റ്റാൻഡിങ് നിലപാടുണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാടുണ്ട്. എന്താ നിലപാട്? അതായത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പയും. അവിടെ കഴിയണ്ട വിഷയം പറഞ്ഞിട്ടില്ലേ? റോമ 9:15 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 9:18 താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ഒന്ന് പറഞ്ഞേ, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അടുത്തത് അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ച് ദൈവത്തിൻ്റെ ദയയ്ക്ക് പാത്രീഭൂതമാകാനൊന്നും പറ്റത്തില്ല. അതാണ് വിഷയം. അതേസമയം തന്നെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് റോമ 9:15 9:16 അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറഞ്ഞേ, ദൈവത്തിൻ്റെ ദയയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സീനിയോറിറ്റിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന്. മണ്ണാങ്കട്ട ഒരു കണ്ണ് വർക്ക് ചെയ്യത്തില്ലേ? നിങ്ങളത് നിങ്ങളുടെ മെരിറ്റാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനുഷ്യന് ഒരു ധാരണയുണ്ടല്ലോ. മനുഷ്യന് പൊതുവെ ഒരു ധാരണയില്ലേ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെരിറ്റാണ്, യോഗ്യതയാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നിൻ്റെ യോഗ്യതയാകണം നിർബന്ധമില്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ. ദാറ്റ് മീൻസ് നിനക്ക് മെരിറ്റ് ഇല്ലെങ്കിലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതാണ് നിൻ്റെ മെരിറ്റ്. കൈയടിച്ച് കർത്താവിനെ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ നീ വരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ഒരു പത്തനംതിട്ടയിലെ ഒരു സിബി മാത്യുവിൻ്റെ സാക്ഷ്യമാണ്. സിബി മാത്യുവിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം 2018
പ്രളയത്തിൽ നമുക്കറിയാം പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളൊക്കെ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും എല്ലാം ഒഴുകിപ്പോയി, നശിച്ചു പോയി. അദ്ദേഹം വലിയ കടത്തിലും, 2 തരത്തിൽ കടങ്ങൾ വന്ന്, ഒന്ന് ബാങ്കുകാർ ജപ്തിയിലാക്കി, വസ്തു അവശേഷിക്കുക ഉള്ളതാ പോയി, അവശേഷിക്കുന്നത് ബാങ്കുകാർ ജപ്തിയിലാക്കി. അതേസമയം തന്നെ പ്രൈവറ്റ് ലോൺസ് അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ്, വളരെ മാന്യമായി ജീവിച്ച ഒരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കിങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ നിറയും. കാര്യം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ലൈഫ് ഇങ്ങനെ തിരിച്ചു വെച്ച പോലെ അതൊക്കെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അസ്ഥിഭദ്രതകളും എല്ലാം പോയിട്ട് അദ്ദേഹം വലിയ കൂടിയ കടക്കാരനായി മാറിയിട്ട് ബാങ്ക് ജപ്തിയാകാൻ പോകുന്നു. ജപ്തി നോട്ടീസ് ഇട്ട്, ഡേറ്റ് ഇട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ചക്ക് മുമ്പാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നിക്കക്കളിയില്ലാതെ വീടുകളിൽ ആളിങ്ങനെ കടക്കാരെപ്പോഴും വന്ന് നാണം കെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത പേപ്പറുമായിട്ട് വന്ന്, അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ജപ്തി പേപ്പർ കൊണ്ടുപോയി അമ്മയെടുത്ത് ഏൽപ്പിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് പരിപാടിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ലൈനിലാണ് അത് പോണത്. കാര്യം നമുക്ക് വേറെ ഒരു മെറിറ്റില്ല. വചനം എന്താ പറയണത്? റോമ 9:16 എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതാണ് സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ അമ്മയെ കാര്യം ദൈവത്തിൻ്റെ തിരുസ അമ്മയേക്കാൾ വലിയ മാധ്യസ്ഥയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ സമർപ്പിച്ച് കഴിയുമ്പോൾ കാര്യത്തിൽ നമ്മൾക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ, ഇപ്പം നമുക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈശോയോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മെറിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യോഗ്യത ഇല്ലാതാണ്ട് വരും. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥ വന്നാലാണ് മരിയൻ കവനൻറ്റിൻ്റെ പ്രസക്തി വരണത്. നമ്മളതുകൊണ്ട് നമ്മളൊന്നും കാണുന്നില്ല. ഞാൻ ആ ജപ്തി പേപ്പർ 2 കോടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടും പെട്ടെന്ന്. എന്താണ്? ഒരു 6 മാസത്തിന് മുമ്പ് മറ്റ് ഒരു ഫ്രണ്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. ജസ്റ്റ് റീസെൻ്റാണ്, കാഷ്വലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ജസ്റ്റ് റീസെൻ്റ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാനുള്ള നീ ദൈവത്തിൻ്റെ ഒരു വഴികളിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, നാളെ കാലം നിനക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തെ മനസ്സിലായാൽ, ദൈവം ആ വിഷയം നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ നീ ഡോണ്ട് കെയർ ആയാൽ, ദൈവത്തിനേക്കാൾ വലിയ എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ്, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള എൻ്റെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നീ ദൈവത്തിനെ അവോയ്ഡ് ചെയ്താൽ നീ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി വെളിപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? പന്നിയുടെ മുമ്പിൽ കൊണ്ടുപോയി രത്നങ്ങൾ വിതറുന്നതെന്ന് ഈശോ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ നിലപാടാണത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്രീകണ്ഠ സുവിശേഷം 7:6.
നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അത് പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് കൃത്യമല്ലേ? ഇത് ഈ കളി അറിയാതെ കളിച്ചാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പന്നിയാണെന്ന് വിചാരിച്ചോ. ദൈവത്തിന് എന്താ വെച്ചാൽ പന്നിയുടെ സ്വഭാവം എന്താണ്? ചുമ്മാ വെട്ടി വിഴുങ്ങുക, കുറേ പ്രസവിക്കുക. ആ പ്രസവിക്കണ കൊച്ചിനെ തന്നെ തിന്നുക. പന്നിയുടെ സ്വഭാവം അതാണല്ല. നമ്മൾ നോക്കിയിരുന്ന ഒരു 21 കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കും, പക്ഷേ കിട്ടണ 7 എണ്ണമാണ്. ബാക്കിയെല്ലാം അത് രാത്രി അടിച്ച് കളയും, തന്നെത്താൻ അടിച്ച് കളയും. സ്വന്തം കുഞ്ഞിനെയാണ് തിന്നണമെന്ന് പോലും അതിന് ബോധമില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവിക വഴികൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാര്യം എന്താണ്? ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. കാര്യം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ പോലും നീ പറയും നിൻ്റെ കേമത്വമാണെന്ന് പറയും. നിന്നെ പരീക്ഷ ജയിപ്പിച്ചെന്ന് വിചാരിച്ചോ? നീ പഠിച്ചിട്ടില്ല, പരീക്ഷ ജയിപ്പിച്ചു. അപ്പം നീ പറയും ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാതെ എനിക്കൊന്നും ഇഷ്ടം നോക്കിയാൽ മതി. നീ കുട്ടികൾ അപ്പം ദൈവമാണെന്ന് ഹെൽപ്പ് ചെയ്തിരിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്. പക്ഷേ നീ പന്നിയായത് കാരണം ദൈവത്തിന് അവോയ്ഡ് കൊണ്ട് പറയും എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, മാർക്ക് പ്രവടാന്ന് വീണുള്ളൂ എന്ന് പറയും. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പന്നി അടിച്ചു മാറ്റണം. കണ്ടില്ലേ? സ്വന്തമായിട്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സ്വയം പുകഴ്ചയും മഹത്വം അന്വേഷിക്കാതെ ഏകജാതന്റെ മഹത്വം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണം. എല്ലാ വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ നീ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതിൻ്റെ സ്വന്തം അടിച്ചു മാറ്റണ ആളാണെങ്കിലേ, ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആളാണെങ്കിലേ സ്വാഭാവികമായിട്ടും എന്നാ സംഭവിക്കണത്? ദൈവം നിന്നെ തൻ്റെ മുത്തുകൾ, ഈ ദൈവത്തിൻ്റെ നിലപാട് കണ്ട, നിൻ്റെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്, വെളിപ്പെടുത്തി തരത്തില്ല. നീ അഹങ്കാരിയാണ്, തോന്നിവാസിയാണ്. നീ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളിൽ അത് നിൻ്റെ കഴിവായിട്ട് പ്രഖ്യാപിക്കുമെങ്കിൽ നിന്നെ പന്നിയായിട്ടാണ് ദൈവം ബ്രാൻഡ് ചെയ്യണത്. പിന്നെ നീ രക്ഷപ്പെടാനുള്ള വഴി ദൈവത്തെ അറിയാമെങ്കിലും നിൻ്റെ മുമ്പിൽ അത് ഇട്ട് തരത്തില്ല. കാര്യം എന്താണ്? നീ അത് രത്നം അടിച്ചു മാറ്റിയിട്ട് അത് നിൻ്റെ പേരിൽ നാളെ കൊട്ടിഘോഷിക്കപ്പെടും. അത് വെരി സീരിയസ് ഡേഞ്ചർ സോണാണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, വിനയത്തോടെ അങ്ങയുടെ മുമ്പിലെ ആരാധനയോടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ വഴിമുട്ടി പോകുമ്പോഴേ വഴി തുറന്നു തരുന്ന റോമ 9:16 അടിയം പ്രാർത്ഥിക്കുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ അങ്ങയുടെ ദയയാൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. അന്തരംഗത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ
അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടുകാരനെ കുറിച്ച് ദൈവം ഒരു ഓർമ്മ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണ്, അത് റീസെൻ്റായിട്ട് 6 മാസം മുമ്പ് പരിചയപ്പെട്ട ആളാണ്, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഇയാളെ നമ്പർ കയ്യിലുള്ളത് കാരണം ജസ്റ്റ് ഇയാളൊന്ന് വിളിച്ച്, ഞാനിങ്ങനെ ഒരു ട്രാപ്പിലാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ എടുത്ത വായിക്കും, അടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഇട്ട് തരാൻ പറയും. കോടികളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ആ പ്രൈവറ്റ് കടങ്ങളെല്ലാം കൊടുത്തു വിട്ടാലും ബാക്കിയും കാശാടി മനുഷ്യൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അത് കൊണ്ടേ കൊടുത്തിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരെ 5 മാസത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്ത് കൈ ഇടിച്ച് കർത്താവിനെ തുടരുക. നന്ദി പറയുന്നു. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഇത് കർത്താവിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കറിയാം. അദ്ദേഹം ഒരു ആഴ്ച കൊണ്ടാണ് ജീവിതം ഇങ്ങനെ പെട്ടെന്ന് മാറിയണത്. അത് ഉടമ്പടി അല്ലാതെ മറ്റൊന്നുമല്ല നമുക്കറിയാം. എന്താ കാര്യം? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? റോമ 9:16 എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താ? അതാണ് വിഷയം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനമുണ്ട്. എന്താണത്? സങ്കീർത്തനം 103:18 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ കർത്താവേ നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ആദ്യ വചനം എന്താണ്? 17 എന്താണ്? കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം അത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അതാ 18 പറയണത്. എന്താ പറയണത്? അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഈ 2 വചനം നമ്മൾ ലിങ്ക് ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഇപ്പൊ റോമ 9:16 പറഞ്ഞത് എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർത്താവിൻ്റെ കാരുണ്യമാണ്. അതാണ് റോമ 9:16. അതിൻ്റെ കൂടെ ലിങ്കാക്കണത് എന്താണ്? സങ്കീർത്തനം 103:18 എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യം ആരുടെ മേലുണ്ടാവും? അവിടുത്തെ ഭക്തരുടെ മേൽ. പിന്നെ ആരുടെ മേലാണ്? അവിടുത്തെ ഉടമ്പടി അനുസരിക്കുന്നവർ. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉടമ്പടിയാണ്. കൈയടിച്ച് കർത്താവിനെ ഞങ്ങളെ സ്വന്തമാക്കി ഞങ്ങളോട് കരുണ കാണിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത്
ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അതായത് ഇപ്പം നമ്മൾ ഒരു കൃത്യമായിട്ട് വളരെ ലോജിക്കായിട്ട് വിഷയം കണ്ടു. എന്താണ്? റോമ 9:15 ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരോട് കാരുണ്യം കാണിക്കുന്നു, അതുപോലെ ഇഷ്ടമുള്ളവരോട് അനുകമ്പ ചെയ്യും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായി മാറാൻ എന്താണ് നമ്മുടെ മാർഗം? അത് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി ദൈവത്തിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമ 9:16 പറയണത്. എന്താ പറയണത്? നിങ്ങളുടെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താണ്? സങ്കീർത്തനം 103:18 ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം അവിടുത്തെ ഉടമ്പടിയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പാലിക്കാനുള്ള കൃപ ഉടമ്പടി ധ്യാനത്തിലൂടെ എന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഉടമ്പടിയിൽ എപ്പോഴും വരേണ്ടത് ഒരു വിഷയം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് പെരുകുമ്പോഴാണ് ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് രൂപപ്പെട്ട് വരണത്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ശ്രുതിക്കട്ടെ മക്കളെ, നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ ശ്രുതിക്കട്ടെ. ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ വേഗം മക്കളുടെ മേൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകള് പാലിക്കുന്നതിലൂടെ ഈശോയെ ഞങ്ങളോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ വേണം ഈശോ നമ്മളോട് ജീവനോട് സംസാരിക്കുന്നതിന് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ ദൈവിക രഹസ്യങ്ങൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടും നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ, എന്റെ പുരയ്ക്കകത്തുവരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടും നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനോ ഞാൻ പോരാത്തവനാണേ, എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനായി. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതി. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാന വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആരാധന. എല്ലാ മക്കളെയും അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ,
ഒരു വാക്കുമതി, ഒരു വാക്കുമതി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വരുന്നത് ഉടമ്പടി പ്രകാരമാണ്. പക്ഷേ ഏത് കാലത്താണ് ഉടമ്പടി വരണത്? കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും പദ്ധതിയാണ് ഉടമ്പടി. അഥവാ കഷ്ടപ്പെടുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം വിഭാവന ചെയ്ത ദൈവത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു വന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 2:24. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 2:24. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞ് ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. കഷ്ടപ്പാടും ദിനാരോധന ഉടമ്പടിയുമായിട്ട് കണ്ടിട്ടിരിക്കണേ. നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം തീർച്ചയായിട്ടും ഉടമ്പടി ഓർക്കും. പറഞ്ഞു മനസ്സിലായ? നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഉടമ്പടി കാണേണ്ടത്. നിങ്ങൾ ഈ IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും മകളെ കെട്ടിക്കാനും വേണ്ടി പെട്ടെന്ന് തരികയുടെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾ പഴയ അതെല്ലാം കാര്യം കണ്ടു കഴിയുമ്പോൾ പഴയ ഉടായിപ്പായിട്ടൊക്കെ ജീവിച്ചാൽ നിങ്ങൾ ദൈവം ഓർക്കത്തില്ല. ഉടമ്പടി ഓർക്കാൻ പറ്റിയ, ദൈവം ഓർക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ട്. ഉടമ്പടിയുടെ രണ്ടാമത്തെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓർമ്മയാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കണത് പലപ്പോഴും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഓർക്കും. കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം അത് ഓർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കണമെങ്കിൽ ദൈവത്തിരുസന്നിധി ദൈവത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതികടെ മക്കളെ ഞങ്ങളുടെ കഷ്ടതകളിൽ ഉടമ്പടി വഴിയായി നന്ദി പറയുന്നു, കരുണ കാണിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഗീതം 106:45 ഉടമ്പടി ഓർക്കുന്ന വിധം പറയുക. ഉടമ്പടി ദൈവം ഓർക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ജീവിതം ക്രമീകരിച്ച് പോണത്? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ ഉടമ്പടി ഓർക്കണം. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി ദൈവം ഓർക്കുമ്പോഴാണെന്ന് വീണ്ടും സങ്കീർത്തനം 106:45. 106 സങ്കീർത്തനം 45 തിരുവചനം. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. പറഞ്ഞേ, അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഇവിടെ. ആ ദൈവത്തിൻ്റെ മനസ്സലിയിപ്പിക്കുന്ന സാക്ഷ്യം.
അതായത് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാരണം അദ്ദേഹത്തിന് മക്കളില്ല, മനുവാണ്. മനുവിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, തീർത്ഥാടന ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടി. അദ്ദേഹം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവിടെയാണ് വിഷയം. ദൈവം നിങ്ങളുടെ ഉടമ്പടി ഓർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മനുഷ്യന്മാർ ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്ന രീതികളുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി കമ്പ്യൂട്ടറെ കുത്തി എടുക്കാൻ പോവുകയാണ്. എടുക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തോട് ഓൺലൈനായിട്ട് ബന്ധപ്പെടാൻ പോവുകയാണ്, ദൈവം എന്നെ സഹായിക്കുമെന്ന് ആ മനുഷ്യൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അറിവ് കൊടുക്കുകയാണ്. നമ്മുടെ മനസ്സ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെങ്കിലേ നമുക്കറിയാൻ പറ്റും. അതൊരു അഭിഷേക ലെവലിൽ വന്നാൽ കിട്ടിയാൽ മതി. നമ്മളിത് കഴിഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണില്ല, തിരക്കണില്ല. നമ്മൾ പഴയതുപോലെ പന്നിയുടെ ജീവിതമാണെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. കാര്യം ഓർപ്പിക്കണതിൻ്റെ പ്രശ്നം ആ ഫാക്കൽറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും വേറെയാണ്. പരിശുദ്ധാത്മാവാണ്, അതാണ് വിഷയം. പരിശുദ്ധാത്മാവ് ഓർമ്മയുമായിട്ടാണ് ബന്ധം. ഈശോ അത് പറയുന്നുണ്ട്, ടേക്ക് ദ ബെഡ് ഓഫ് ഗാഡ് 16:26. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 നന്ദി കർത്താവേ. യേശുവേ നന്ദി. യോഹന്നാൻ 16:26 എടുത്ത്. യോഹന്നാൻ. എന്നാൽ ഇത് പറഞ്ഞേ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാണ്? സഹായകൻ. എന്ത് സഹായമാണ് ചെയ്യണമെന്ന് താഴെയുണ്ട്, ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന 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 ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ആ വ്യക്തി പെട്ടെന്ന് ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അത് ഓൺലൈൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ മനസ്സിൽ പരിശുദ്ധാത്മ പറയും, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുമ്പ് തന്നെ നീ ദൈവത്തിന് വഴിയൊരുക്കണം, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ ആത്മീയാവസ്ഥ ഉണ്ടാക്കണം. ഉടനെ അവൻ പോയി കുമ്പസാരിക്കാതെ ഇയാൾ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാം, വീട്ടിൽ വന്നിട്ട് അച്ഛന്മാർ വീട് വഞ്ചരിക്കാൻ വന്ന രീതിയിൽ വീടെല്ലാം അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി. അതായത് വീടെല്ലാം നല്ല ക്ലീനാക്കിയിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ മനസ്സും ക്ലീനാക്കി ആത്മാവിനും ക്ലീനാക്കിയിട്ട് തൻ്റെ പരിസരവും ക്ലീനാക്കിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടിച്ചുകുത്തി ബോധ്യം ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഇതാണ് നിൻ്റെ വഴി,
ഇത് കർത്താവ് ഈ ലൈനിൻ്റെ അപ്പുറത്തുണ്ട്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്. അതായത് ഈ ഒരു ഭക്തി നമുക്ക് വേണം. ഇതൊരു ഉടമ്പടിയുടെ ഒരു ഭക്തിയാണ്. ഒരു മനുഷ്യൻ ഓൺലൈൻ ഉടമ്പടിയോട് കാണിച്ച ഭക്തിയാണ്. തീർത്ഥാന ഉടമ്പടി എടുത്തിട്ട് പോലും 2 മാസമായിട്ട് കുമ്പസാരിക്കാത്ത പന്നികളുണ്ട്, അത് വേറെ വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ചെന്ന് അച്ഛൻ കണ്ടില്ല, കുറേ ഉടായ്പ പറയും. അവിടെ അച്ഛൻ കണ്ടില്ല, അവിടെ ചെന്നപ്പോൾ നിറച്ച ആളായിരുന്നു, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ പറയും. ഇതൊന്നും ഏക്കത്തില്ല. നിൻ്റെ പന്നിയായിട്ട് ദൈവം ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇത്രയും നാളായിട്ട്. കാര്യം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ്. അതിന് ദൈവത്തിന് പ്രാധാന്യമില്ലാതെ നിൻ്റെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ കുമ്പസാരമില്ല, വിശുദ്ധീകരണം ഇല്ലാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തുമാത്രം ആൾക്കാരാണ് വെറുതെ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. മറ്റ് നടപടികളൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്താണ് സംഭവങ്ങളെല്ലാം ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. എന്ന് വെച്ചാൽ ഇതാണ് ചെയ്യാൻ ഈസി, മറ്റൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കഥയുമില്ല. ഇത് സത്യമായ, നിങ്ങൾക്കറിയാമല്ലോ, കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. പുറപ്പാട് 2:24 റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 2:24 ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അതായത് ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാമില്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ നിലവാരം 90 ദിവസത്തേക്കല്ലത്. അതിൻ്റെ അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തെ ബേസ് ചെയ്ത് ഉടമ്പടി ചെയ്യുമ്പോഴാണ് അത് 90 ദിവസമായി വരണത്. ഒരു വ്യക്തിക്ക് ദൈവം നിത്യമായി നിലനിൽക്കുന്ന കാരണം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് വസ്തു ഇടപാടുണ്ടെങ്കിൽ ആ ഉടമ്പടിക്കൊക്കെ ഡേറ്റ് ഉണ്ട്. കാര്യം അയാളും ചാവും, നിങ്ങളും ചാവും. പക്ഷേ മരിക്കാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോഴപ്പോൾ എന്നേക്കും എന്നാണ് പറയണത്. എന്നേക്കും. കാര്യം മരിക്കാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ മരിച്ചു പോകും, ഉടമ്പടി കാലഘട്ടപ്പെട്ടു പോകും. കൊല്ലം കല്യാണം ഒരു ഉടമ്പടിയല്ലേ, വിവാഹം ഒരു ഉടമ്പടിയല്ലേ. സെൻറ്റ് പോൾ എന്താ പറയണത്? ഭാര്യ ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ ഉടമ്പടി നിലനിൽക്കുന്നില്ല. അപ്പോഴെന്ത് സംഭവിച്ചാൽ ഉടമ്പടിയുടെ രീതി അനുസരിച്ച് ദൈവം ഓർക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പരിശുദ്ധാത്മ നിറഞ്ഞ് നീ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലിയറല്ലേ? മനസ്സിലായില്ലേ? കാര്യം ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഉടമ്പടിയേക്കാൾ വലുതായിട്ട് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം എത്രയോ സൂപ്പർ ഇൻ്റലിജൻ്റിൽ ഏറ്റവും ടോപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത്. അതുകൊണ്ടാണ് ഇത് ആദ്യകാലം മുതലേ നിലനിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ, അവിടെ നമ്മുടെ കൃപാസന വാദിക്ക് ഡെപ്യൂട്ടി ചെയ്തിരിക്കണില്ലേ, ഉൽപ്പത്തി പുസ്തകം മുതൽ കുർബാന വരെ 10 ഉടമ്പടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത് മനുഷ്യരാശിയോട്. അപ്പോൾ ഉടമ്പടിയാണ് ഏറ്റവും ടോപ്പ് സംഭവം. ഉടമ്പടി എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഉടമ്പടി ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ ആ ഉടമ്പടി ചെയ്ത് അത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നിന്നു. പക്ഷേ നമുക്ക് കഷ്ടപ്പാട് വരികയാണെങ്കിൽ നിൻ്റെ ഉടമ്പടിയെ, പണ്ട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിനക്ക് കഷ്ടപ്പാട് വരുന്ന കാലത്ത് നീ ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടായാൽ മതി. ആ മനുഷ്യൻ്റെ കണ്ട് പനുവിൻ്റെ പറയുന്നത് അവന് ഭക്തിയാണെന്നല്ല. എന്താ ഭക്തി? അവൻ ഉടമ്പടി ചെയ്യാൻ, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോകണമെന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ തന്നെ പോയി അഭിഷിക്തനെ കണ്ട് തൻ്റെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മാപ്പാക്കാൻ പ്രാർത്ഥിച്ചു, മാപ്പ് മേടിച്ചു, വീട്ടിൽ വന്ന് വീടടിച്ച് വാരി എല്ലാം ക്ലിയർ ചെയ്ത്. സാക്ഷ്യത്തിൻ്റെ പോക്കതാണ്, അതിൻ്റെ ലെവലതാണ്. വെച്ചാൽ ഓരോ മനുഷ്യന്മാർ ഇപ്പം ഞങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കൊടുക്കാൻ കാര്യം? ഞാൻ എല്ലാ ദിവസവും ധ്യാനിപ്പിക്കുന്നുണ്ട് അല്ലേ, എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് കാര്യം? ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് പേർക്കെങ്കിലും. ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന ആൾക്കാർ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. ഞങ്ങളിവിടെ 2:30 തന്നെ ക്ലാസ് അവസാനിപ്പിച്ച് കളയും. കാര്യം ഉച്ച കഴിഞ്ഞ് വന്നത് അംഗവും കാണാം, താളിയും പറിക്കാൻ, അളിയനെയും കാണാം, ആലപ്പുഴയും പോകാമെന്നൊക്കെ പറഞ്ഞ് കറങ്ങി തെഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വരുന്ന ആൾക്കാരല്ലേ. അവന്മാർ നമ്മൾ ഇതിനകത്ത് കൂട്ടണില്ല. കാര്യം അവരിതിൻ്റെ സെക്കൻഡായിട്ടാണിത് കാണുന്നത്.
എന്തെങ്കിലും കാര്യങ്ങളുടെ കൂടെ ഒരു സംഭവം കൂടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് പോയി കാണുകയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒന്നാമത്തെ രാവിലെയുള്ള ഉടമ്പടി, 10:30 ഉടമ്പടി, 2 മണിക്കുള്ള ഉടമ്പടി, അതിന് ഞങ്ങൾ ആവശ്യമായ ക്ലാസ്സും നിർദ്ദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ക്ലാസ്സില്ല. കാര്യം ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ്. കാര്യം ഇത് നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് ഓടിത്തിരിഞ്ഞാൽ, ഇപ്പോൾ ഈ മനുഷ്യൻ എന്താണ്, ഉടമ്പടിയുടെ ഫത്യാണ് അദ്ദേഹത്തിന്. കാര്യം ഞാൻ എൻ്റെ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ലെവായുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, എന്താണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 സ്തുതി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ലേവ്യ 11:44. ലെവായ പുസ്തകം 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്ന, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ. കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. അതാണ് സംഭവം. ദൈവം പരിശുദ്ധനായ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു അതർ കക്ഷിയാണ്. ദൈവം ഒരു കക്ഷി, നിങ്ങളൊരു കക്ഷി. അപ്പോൾ നിങ്ങളാരായിരിക്കണം? നിങ്ങളും പരിശുദ്ധരായിരിക്കും. ആ ഓൺലൈൻ ഉടമ്പടിക്കാരൻ അതാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ആ വിശുദ്ധി സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സഭ നിഷ്കർഷിക്കുന്ന മാർഗങ്ങൾ അവലംബിച്ച് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്ന് കർത്താവ് വീട്ടിലേക്ക് വരുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടായതുകൊണ്ട് വീടെല്ലാം ചവറെല്ലാം മാറ്റി ചപ്പെല്ലാം മാറ്റി അടിച്ച് വൃത്തിയാക്കി മെനയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. അപ്പം അത്രയും ഭക്തിയാണത് കാണിക്കുന്നത്. ഭക്തി വന്നാലുള്ള ഗുണം എന്താ? ഭക്തി വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ബന്ധമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ വായിച്ചില്ലേ, എന്താണ്, എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ. അത് തന്നെയല്ലേ മാതാവ് അമ്മയും പറഞ്ഞത്. ലുക്ക 1:50, ലുക്ക 1:50. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ലൂക്ക 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അപ്പോൾ ഭക്തരുടെ മേലാണ് ഈ കരുണ വർഷിക്കണത്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? കരുണയാണ്. അതേത് കാലത്താണ് വരണത്? കഷ്ടകാലത്താണ്. കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം നമുക്ക് കാരുണ്യം തരണത്. കഷ്ടപ്പാടുണ്ടാകണത് എങ്ങനെയാണ്? നമ്മുടെ മെരിറ്റുകൾ പോകുമ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകണത്. നമുക്ക് കഷ്ടപ്പാട് ഉണ്ടാകണത് എപ്പോഴാണ്? മെരിറ്റ്. ഇപ്പോൾ ആ 2 കോടി കടം വന്നത് എങ്ങനെ? മെരിറ്റ് പോയി, പ്രളയം വന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി, കഷ്ടപ്പാടായിപ്പോയി, മെരിറ്റ് പോയി. അപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെങ്കിലും വീണ്ടും വന്ന് 2 ദിവസം മുമ്പ് എടുത്ത, ഒരാഴ്ച മുമ്പ് എടുത്ത ഉടമ്പടിയാണ്. പക്ഷേ കടക്കാർ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ഉടമ്പടി പ്രമാണം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വീണ്ടും വരികയാണ്. അതാണ് ഭക്തി എന്ന് പറയണത്. അത് വിശ്വാസമാണ്. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടൊന്നും നടന്നില്ലല്ല, ഞാൻ ഇതിനെ ഇനിയും കൊണ്ട് പിന്നെ പത്തനംതിട്ട ആലപ്പുഴ വേറെ വരേണ്ടത്, വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ഇരിക്കുക. അതാ വിഷയം. അപ്പോൾ പന്നിയുടെ ഒരു ബുദ്ധിയാണുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒരു ഭക്തൻ്റെ ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ വിഷയം മാറും. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ സത്യസന്ധരായിരിക്കണം ദൈവതിരുസന്നിധിയിൽ. അതേസമയം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തി ഉണ്ടാകണം. അമ്മ എന്താ പറയണത്? ലുക്ക 1:50 എന്താ വായിച്ചു കേട്ടത്? അവിടുത്തെ കാരുണ്യം, പറഞ്ഞേ, അവിടുത്തെ കാരുണ്യം തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പം ഈ ദൈവത്തിൻ്റെ കാരുണ്യം തലമുറകൾ തോറും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്റ്റിജിനോ ഇല്ലേ, ക്രിസ്റ്റിജിനോ എന്ന് പറഞ്ഞില്ലേ, ആദ്യം കോവിഡ് വന്ന് A+, A1, A2 പരീക്ഷയ്ക്ക് കോവിഡ് വന്ന് അത് കുളമായി. B1, B2 പരീക്ഷയ്ക്ക് കൽക്കട്ടായി പോയപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലായി. പരീക്ഷ എഴുതാൻ ആശുപത്രിയിൽ നിന്ന് വന്ന അവസ്ഥ വന്നു. കാര്യം തളർന്ന് തടി പോലെ കിടക്കില്ലേ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവൾ ഇത്രയും മെരിട്ടെല്ലാം പോയി, കഷ്ടപ്പാടായി. പിന്നെ എങ്ങനെയാണ് ഇവൾ ജയിച്ചത്? ഇതൊന്നുമില്ലാത്ത ആൾക്കാർ, ഒരു കോവിഡും ഇല്ല, ഒരു ഫുഡ് പോയ്സണും ഇല്ലാത്ത ആൾക്കാർ 5 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കണില്ലല്ലോ. ഈ ക്രിസ്ത്യജനെ എങ്ങനെ ജയിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റ കാരണമേ ഉള്ളൂ. അവൾ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവിടുത്തെ അമ്മയാണ്, അവളെടുത്തിട്ടില്ല.
പക്ഷെ ആ ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു, അതാണ് പ്രശ്നം. അമ്മയെടുത്ത ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾക്ക് ആ വിശ്വസിക്കുമ്പോൾ അവൾക്ക് ആ ഷെയർ കിട്ടും. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അവൾ സ്വന്തം സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉറപ്പായി, അത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ. അത് ആ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. പക്ഷേ എന്താ സംഭവം? അമ്മ ഉടമ്പടി എടുത്ത് എങ്ങനെ ക്രിസ്റ്റിക്ക് കിട്ടണം എങ്ങനെയാണ്? അത് മാതാവിൻ്റെ ഈ വെളിപാടാണ്. സങ്കീർത്തനം 103:18 വായിച്ചില്ലേ? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 103-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അമ്മ പറയണത്, പരിശുദ്ധമ്മ പറയണത്. ലുക്ക 1:50 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്നുള്ള സംഭവം. അതായത് സങ്കീർത്തനം 103:17 കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെത് അമ്മയ്ക്ക് കിട്ടിയ വെളിപാട് എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേലെന്നാക്കി. അത് അമ്മയാക്കിയതാണ്. അമ്മയാക്കിയതല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതാണ്. എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. ഇപ്പോൾ തലമുറയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യജനയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതാണ് അവൾക്കുടെ മകൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പേരക്കിടാവിനും കിട്ടിയെന്ന് വരും. പക്ഷേ പേരക്കിടാവിന് കിട്ടാനുള്ള സാധ്യത കൃപാസനത്തിൽ ഇല്ല. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ വന്ന് അമ്മയെ ഇവിടെ ഡംപ് ചെയ്യും. ആദ്യം 65-67 വയസ്സുള്ള അമ്മയെ കൊണ്ടുവന്ന് മരുമക്കൾ ആരെങ്കിലും ഡംപ് ചെയ്യും. എന്നിട്ട് അവർ ആലപ്പുഴ ബീച്ചിൽ പോകും. നിങ്ങളൊന്ന് സന്ദേശിക്കണേ. ചില ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പനും മകനും മരുമകളും കൂടി കൊണ്ടുവന്നിട്ട് അമ്മയെ 77 വയസ്സുകാരെ അമ്മയോട് ഡംപ് ചെയ്യും ആദ്യം. എന്നിട്ട് ഇവർ ആലപ്പുഴ ബീച്ച് കറങ്ങാൻ പോകും. അതൊക്കെ മുമ്പ് അവർക്ക് പ്രായം കുറവാണല്ലോ, അവർ പോയി ഉടമ്പടി പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും അവരുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉടമ്പടി എടുക്കണത് ആരാണ്? ഇവർ ആലപ്പുഴ സോറ പറഞ്ഞുകൊണ്ടിരിക്കുക, ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട അമ്മ ഇതിൻ്റെ അകത്ത് മുകളിൽ കയറി ഉടമ്പടി എടുക്കും. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ അമ്മയെ പിടിക്കും. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇങ്ങനെ കള്ളത്തരം കാരണം ആളെ നിർത്തിയിട്ടുണ്ട് അവിടെ. 67 വയസ്സ് മുകളിൽ കയറാൻ പോലും ആവതില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുത്താൽ ഇവർ ഉടമ്പടി ഒരു കാര്യവും ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ പ്രായമായ അമ്മച്ചിയെ കൊണ്ട് ആരോ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് കാരണം ഞങ്ങൾ അവിടേക്ക് വന്ന് അവരെ കൈയോടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുത്തിട്ട് ഫോറം തിരിച്ച് വാങ്ങിക്കും. എന്താ കാര്യം? ഉടമ്പടി സീരിയസ് ആണ്. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളമടിക്കുക, സ്മോൾ അടിക്കുക, കറങ്ങി കിടക്കുകയൊക്കെ ചെയ്യണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെല്ലാം പറ്റുന്ന ഒരാളെ വീട്ടിൽ ഒരു നേർച്ചക്കോഴിനെ വെച്ചിരിക്കുകയാണ് അമ്മാമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് കൈ നനയാതെ ഒരു പണിയും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് സത്യസന്ധത എന്നൊരു സംഭവമുണ്ട്. സത്യസന്ധത. അപ്പം ഒന്നാമത് വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങളാണ് സംബന്ധിച്ചുള്ളത് അത് സമ്മതിച്ചു തരത്തില്ല. കാര്യം ഞങ്ങൾക്ക് കിട്ടിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാരാണ്? ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ പറയണതല്ല. ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് തന്നെ കിട്ടിയിട്ട് അവരെന്ത് മനോഹരമായിട്ടാണ് ആ സംഭവങ്ങൾ ചെയ്യണത്. അവരെന്ത് രീതിയിലാണ് ക്വാളിറ്റിയായിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഉടമ്പടി ചെയ്ത് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് പുറപ്പാട് പുസ്തകം 2:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് എന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമേ, ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം തലമുറകൾ തോറും ആർജിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ആരാധന
സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം ഉടമ്പടി ചെയ്യണതെന്നും ഉടമ്പടി അനുസ്മരിക്കണമെന്നുള്ള വചനത്തിലാണ് നമ്മൾ എത്തിയത്. ഇപ്പം ലാസറിൻ്റെ അവസ്ഥ എന്താണ്? ലാസറിൻ്റെ കുടുംബത്തിനും കഷ്ടപ്പാടിൻ്റെ കാലം വരുമ്പോൾ കർത്താവ് എന്താ പറയണതിനെക്കുറിച്ച്? അവിടെ ആണും തൂണും തുണയുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് രോഗബാധിതനായി മരണപ്പെടാൻ പോകുന്നത്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാലത്ത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ കമൻ്റ് എന്താണ്? ഈശോ കഷ്ടപ്പാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പാട് കാണുമ്പോഴേ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുമെന്ന് പറയും. കഷ്ടപ്പാട് കാണുമ്പോഴേ അവിടുന്ന് മഹത്വത്തെക്കുറിച്ച് അനുസ്മരിക്കാം. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11:4 വായിച്ച് യോഹന്നാൻ 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതാണ് യോഹന്നാൻ 11:4. ഇപ്പം ലാസറിൻ്റെ മരണം നമുക്കറിയാം ഏക വരുമാന മാർഗമാണ്. ആണും തുണയുമായ വീട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് മരിച്ചു പോകാനുള്ള രോഗം വരുന്നത്. പക്ഷേ ഈശോ എന്നാ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനും പിന്നെ എന്താണ്? തദ്വഴി തൻ്റെ ഏകജാതൻ മഹത്വപ്പെടാനും വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ഈ മനസ്സ് ഓരോ ഭക്തനും ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടി ഭക്തൻ എന്ന് വെച്ചാൽ ദൈവസ്നേഹമുള്ളവന്, അല്ലാതെ ഭക്തിപാരവശ്യം കാണിച്ച് താഴെക്കിടന്ന് ഉരുളണമെന്നല്ല അർത്ഥം. ദൈവത്തോടും വിശ്വാസത്തോടും തൻ്റെ വിശുദ്ധിയോടുമൊക്കെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം വീടടിച്ചു വാരിയതൊരു ഭക്തകൃത്യമാണ്. അദ്ദേഹം കർത്താവ് വരാൻ പോകുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടടിച്ചു വാരി വൃത്തിയാക്കിയത് ഒരു ഭക്തകൃത്യമാണ്, ഭക്തികൃത്യമാണത്. ഒരു ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മ ഇല്ലെങ്കിൽ നീ എന്ത് പറയും? ഓ ഇതെൻ്റെ വിധിയാണെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ എന്ത് പറയും? നമ്മുടെ വീട് ഇവിടെ നമ്മൾ ഇത് സ്ഥലം ആരോട് വാങ്ങിച്ചതല്ലേ, ഇതൊക്കെ പണ്ടിവിടെ മരിച്ചടക്കം ഉണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഇവിടെ കൂടെ തേരോട്ടം ഉണ്ടെന്നാണ് പറയണമെന്ന് പറയും. ഇത് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടിന് പല മണ്ടത്തരങ്ങളും സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ എന്ത് പറയും? അതാണ് വ്യത്യാസം. ലോകാത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ വ്യത്യാസം അതാണ്. ഞാൻ നാട്ടിൽ നമ്മുടെ സ്ഥലം ഒരു ഫ്ലോക്ക് സ്കൂൾ ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടി, ഒരു പേര് കെട്ടി. അപ്പോൾ അയൽവാസി വന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞ്, അച്ഛാ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ആണ്, അതിന് ഒരു 10-20 അടി അകലെ നിന്നാണ് പറമ്പ് പോണത്, അവിടെ നിന്ന് ഷീറ്റ് വെയിൽ പോണത്.
അപ്പം അച്ഛൻ ഒരു ദൂരം വിട്ട് തരുവാന്ന് ചോദിച്ചു. കാര്യം ഇത് വീടിൻ്റെ വാതിക്കൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വീടിനത് ദോഷമാണ്. അപ്പം പിന്നെ അവിടെ വീട്ടിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും ഈ വെയിലാണ് പ്രശ്നം കാരണമെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതുപോലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടപ്പാടിനും എന്തോ മാനുഷികമായിട്ടുള്ള ഇടപെടലാണ്, അല്ലെങ്കിൽ വേറെ അസർപ്പകമായിട്ടുള്ള എന്തോ ഇടപെടലാണെന്ന് വെച്ചാൽ എന്ന് നീ പറഞ്ഞാൽ, ഇനി വിധിയാണെന്ന് പോലും നീ പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നീ നയിക്കപ്പെടുന്നത് പക്ക ലോകാരൂപിയിലാണെന്ന് അർത്ഥം. ലോകാരൂപി നയിച്ചാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ അവൻ മാത്രമേ വരുമാന മാർഗമുള്ളൂ, 2 പെങ്ങന്മാരുണ്ട്, അവിടെ ജീവിതം അനാഥപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല. പിന്നെന്താണ്? ഇതിൽ പിതാവ് ദൈവം മഹത്വപ്പെടുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഏകജാതനും. അപ്പോൾ ഒരു വിഷയം, ഒരു കഷ്ടപ്പാട് വന്നാൽ ദൈവം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ നമ്മളെന്താ ഓർക്കേണ്ടത്? ദൈവം മഹത്വപ്പെടാൻ സമയമായെന്ന് ഓർക്കണം. പിടികിട്ടിയ ഉടമ്പടി രീതി അതാണ്. ഒരു ഇടക്കേട് സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് സങ്കടമാണ് വരണമെങ്കിൽ ഉടനെ ദൈവവേദനെ നീ ഓർക്കണം. എന്താണ്? ദൈവം ഇതുവഴി മഹത്വപ്പെടാൻ സമയമായെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 11:4 പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ രോഗവിശേഷം കേട്ടപ്പോൾ തന്നെ അത് ദൈവമഹത്വത്തിന് കാരണമാകുമെന്ന് വിവേചിച്ചതുപോലെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെയും കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവമഹത്വം കരയേറ്റാൻ പോകുന്നതിനെ അനുസ്മരിക്കാൻ ആവശ്യമായ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. കഷ്ടതയുടെ കാലങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ച് നിന്നെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയും ദൈവാനുസ്മരണവും, ഉടമ്പടിയും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിലെല്ലാം ഒരേ പരിസരങ്ങളിലുള്ള ദൈവാനുഭവമാണ്. ഉടമ്പടി ഉണ്ടായാൽ ദൈവം അനുസ്മരിക്കും. ദൈവം ഉടമ്പടി അനുസ്മരിച്ചാൽ ദൈവം അടയാളം കാണിക്കും. അടയാളം കാണിച്ചാൽ ആ അടയാളത്തിലൂടെ ദൈവം മഹത്വപ്പെടും. നമ്മുടെ കഷ്ടപ്പാട് മാറും. കഷ്ടപ്പാടും ഉടമ്പടിയും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഷ്ടപ്പാടും ദൈവമഹത്വവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2:24 ഒന്നൊരു വായിച്ചേ. പുറപ്പാട് 2:24 ഒന്നൊരു വായിച്ചേ.
ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദീനരോധനം ശ്രമിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ ആ ഉടമ്പടി ഓർമ്മിച്ചിട്ടാണ് അതിൻ്റെ പ്രകാരം വീണ്ടും മോശസുമായിട്ട് ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഉടമ്പടി ചെയ്യുന്നത്. എബ്രാഹിമിക് ഉടമ്പടി, യാക്കോബിന് ചെയ്ത ഉടമ്പടി, അതിനുശേഷം ദൈവം പിന്നെ ചെയ്യുന്നത് ജോഷുവായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം മോസസുമായിട്ട് ഉടമ്പടി ചെയ്യും. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ വലിയ മഹത്വത്തിൻ്റെ ഒരു കാലമാണ് വിരിയാൻ പോകുന്നത്. ഒരു മഹത്വത്തിൻ്റെ വസന്തകാലം, അതിൻ്റെ അടയാളം കാണിക്കും. ഈ ഉടമ്പടിയിൽ എന്തെല്ലാം മഹത്വ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അടയാളം ആദ്യമേ അത് ഈ കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. അബ്രാഹത്തിൻ്റെ ഉടമ്പടിയെ ഓർത്തു, ഇസഹാക്കിൻ്റെ ഉടമ്പടിയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യണത് എന്താണ്? മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? തൻ്റെ സീനായി മലമുകളിൽ ദൈവം മഹത്വരൂപനായി എഴുന്നള്ളൂ. കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ പ്രാഭവത്തിൽ പുറപ്പാട് 24:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:17 പുറപ്പാട് 24:17 മലമുകളിൽ എന്ന് പറഞ്ഞ മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് മഹത്വത്തിലാണ്. ഉടമ്പടിയും കഷ്ടപ്പാടും ഉടമ്പടിയും മഹത്വവും കണക്കിന് പോണതാണ്. സാക്ഷ്യം ഇവിടെ അങ്ങനെയല്ല സംഭവിക്കണത്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്യുന്നു, ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഇത് കണക്റ്റഡാണ്. കഷ്ടപ്പാടും ഉടമ്പടിയും. കഷ്ടപ്പാട് കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ അടുത്ത നടപടി എന്താണ്? ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? ദൈവമഹത്വം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ്. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യം പറയാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന എങ്ങാനും നിങ്ങൾക്ക് തോന്നിയാൽ അത് പിശാച് തോന്നിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്കറിയാവില്ല. ഞാൻ എപ്പോഴും പറയും, ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ഇനിയും നിങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. നാളെ കാലം ദൈവതിരുസന്നി വരുമ്പോൾ എല്ലാം കുളവാകും. കാര്യം ദൈവത്തിന് അറിയാം നിങ്ങൾ ഉടായിപ്പാണ്, കള്ളവാണ്. സ്വന്തമായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സാക്ഷ്യപ്പെടുത്താതെ ചുളിവിൽ മുങ്ങി നടക്കത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യത്തിൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ച് അധികം നീന്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ കൈയും കാലം തളരാൻ സാധ്യത ഉണ്ടാകും. വെറുതെ അതാണ് ഞാൻ ആലപ്പുഴ വന്ന് എന്തിനാ പണി മേടിക്കണമെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം. അല്ല, ഉടമ്പടി വെച്ചാൽ ലൈറ്റ്നിങ് പോലെയല്ല എക്സ്പീരിയൻസ്. പക്ഷേ അതുപോലെ തന്നെ നീ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടാം. കാര്യം ഇതിൻ്റെ ക്രമം അങ്ങനെയാണ്. ആദ്യം കഷ്ടപ്പാട്, പിന്നെ ഉടമ്പടി, പിന്നെ മഹത്വം. ഇപ്പം തന്നെ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ മഹത്വത്തിൻ്റെ മലയിൽ ദൈവത്തെ ഒന്നിനു വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:16 പുറപ്പാട് 24:16-17 കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. അന്ന് പറഞ്ഞ കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോഴേ മഹത്വം കാണപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഉടമ്പടി മോശസുമായി ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ മുമ്പാണ് മഹത്വം വെളിവാകണത്. ഇത് ഏത് മഹത്വമാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വമാണ്. ഈ മഹത്വമാണ് യേശുക്രിസ്തുവിലേക്ക് വഴിഞ്ഞ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് ഈ മഹത്വമാണ് വഴിഞ്ഞ് ലഭിക്കുന്നത്. അതാണ് ലൂക്ക യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയും.
വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:14. ഒന്ന് യോഹന്നാൻ 1:14. വചനം മാംസമായി എന്ന് പറഞ്ഞ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം, ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ കറക്റ്റ് ഉടമ്പടി, മരിയൻ ഉടമ്പടിയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവം? സീനായ മലമുല കണ്ട ദൈവത്തിൻ്റെ വെട്ടിത്തിളക്കവും മഹത്വത്തിൻ്റെ വെട്ടിത്തിളക്കവും, ആ തിളക്കം തന്നെ വചനം, ആ വചനം തന്നെയാണ് മാംസമായി നമ്മുടെ ഇടയിൽ ക്രിസ്തുവായി ജനിക്കണത്. ആ ക്രിസ്തുവിൽ വിളങ്ങണത് എന്താ? പിന്നെ പിതാവിൻ്റെ എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1:14 ശ്രദ്ധിക്കട്ടെ. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് പറഞ്ഞ അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം, പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ പിതാവിന്റെ ഏകജാതന്റെ മഹത്വം, ഈ മഹത്വമാണ് പത്രോസ് മറുരൂപ മലയിൽ കാണുന്നത്. മറുരൂപ മലയിൽ കർത്താവ് മഹത്വപ്പെട്ടില്ലേ? നമ്മൾ 2 പത്രോസിൻ്റെ 1:17-18 കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 1:17. 2 പത്രോസ് ഒന്ന് പറഞ്ഞ 2 പത്രോസ് 1:17. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. അപ്പം ഏകജാതൻ്റെ ആ മഹത്വമാണ്, പിതാവിൻ്റെ മഹത്വമാണ് മറുരൂപ മലയിലെ ഏകജാതനിൽ നമ്മൾ കാണുന്ന രൂപാന്തരീകരണം വരെ സംഭവിക്കുന്നത്. ഈ മഹത്വം ഏകജാത യോഹന്നാൻ 1:14 പറയുന്ന ഏകജാതനിലെ മഹത്വമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ, മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന മഹത്വം. എന്താ കാര്യം എന്നറിയാമോ? ഈ ഏകജാതൻ്റെ മഹത്വം പുറപ്പാട് 24:17 മഹത്വം, യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വം, 2 പത്രോസിൻ്റെ 1:17 മറുരൂപമലയിൽ ഈശോ അനുഭവിച്ച ആ ദൈവിക പ്രാഭവ മഹത്വം, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനായിൽ കാണുന്നത്. കാനായിൽ എന്താ കാണുന്നത്? കാനായിലെ കൽഭരണിയിലെ ഉടമ്പടിയുടെ പ്രമേയം അതാണല്ലോ. കാനായിലെ കൽഭരണിയിലെ ആ ജലവിധാനത്തെ നിഴലിച്ച് വെള്ളത്തെ വീഞ്ഞാക്കുന്ന മഹത്വം എന്താ? അതിന് അടയാളം എന്നാ പറയുന്നത്, മഹത്വത്തിൻ്റെ അടയാളമാണ്. വീഞ്ഞാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. നീ ഉടമ്പടിയിൽ ഒരു അനുഭവം നിനക്കുണ്ടായാൽ അത് മഹത്വത്തിൻ്റെ അടയാളമാണ്. അതാണ് യോഹന്നാൻ 2:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്ന് പറഞ്ഞ യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് കാനായിലെ അത്ഭുതം നമ്മൾ എവിടുന്നത് തുടങ്ങിയതറിയാവോ? എവിടുന്നാണ് തുടങ്ങിയത്? കഷ്ടകാലത്ത് ദൈവം മനുഷ്യൻ്റെ ഉടമ്പടി ഓർക്കുന്നു. പഴയ ഉടമ്പടി ഓർത്തുകൊണ്ട് പുതിയ ഉടമ്പടി അവനുമായിട്ട് പുതുക്കിക്കൊണ്ട് മോശസിന് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ മഹത്വമാണ് ഏകജാതൻ ലഭിക്കുന്നത്. ആ ഏകജാതൻ്റെ മഹത്വത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും കണ്ണീരിന് പരിഹാരമായിട്ട് ഒരു കുടുംബത്തിന് അപമാനം സംഭവിക്കാൻ പോകുന്ന വീഞ്ഞില്ലാത്ത കാനായിലെ കല്യാണ അവസരത്തിൽ അവിടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഈ ഏകജാതത്തിൻ്റെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം മറിയം ആരാണ്? മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാണ്. കൈയടിച്ച് കർത്താവിൽ മഹത്വത്തിൽ
ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഉടമ്പടിയുടെ അമ്മ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയ്ക്കാണ് നിങ്ങൾ അമ്മയെ മാധ്യസ്ഥമായിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി ലക്ഷ്യമെന്താണ്? മഹത്വമാണ്. ദൈവം മഹത്വപ്പെടണം നിങ്ങൾ വഴി. അതിന് അമ്മ ഒരു മാധ്യസ്ഥയാകുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് മഹത്വത്തിൻ്റെ പദ്ധതിയാണ്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുമ്പോൾ മറിയൻ ഉടമ്പടി ഒരു മാധ്യസ്ഥ പദ്ധതിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ദൈവമഹത്വത്തിൻ്റെ മാധ്യസ്ഥ പദ്ധതിയായി ഉടമ്പടി നൽകിയതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ദൈവമേ, സീനായി മലമുകളിലെ പിതാവിന്റെ മഹത്വമേ, താബോർ മലയിലെ ഏകജാതിന്റെ മഹത്വമേ, കാനായിലെ കല്യാണ വിരുന്നിലെ മഹത്വത്തിന്റെ മാധ്യസ്ഥയായ മറിയമേ, ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അടയാളങ്ങൾ നൽകി മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നതിനായി മഹത്വത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്ന
നല്ലൊരമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ മനുഷ്യപ്പകർച്ച മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ ദൈവിക ആനുകൂല്യമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർത്തു പോയിട്ടുണ്ടേ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കിടക്കുന്ന ഈ ബൾബില്ലേ, ഇതൊക്കെ ഈ ബൾബൊക്കെ ചില 40 വാട്ട് വോൾട്ടേ ഉള്ളൂ, 40 വോൾട്ട്. ചിലത് 100 വോൾട്ട് ഉണ്ടാവും. ഇപ്പം 100 വോൾട്ടിൻ്റെ ബൾബ് കുറവാണ്. വോൾട്ട് ചെറിയതാണ്. നമുക്ക് വീടുകളിലൊക്കെ ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് വരുന്ന 230 വോൾട്ടല്ലേ. ഈ മഹത്വത്തിൻ്റെ വോൾട്ടിനെ കുറിച്ച് ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 24:17 വായിച്ചത് എന്താണ്? അത് മഹത്വത്തിൻ്റെ മലയിൽ മഹത്വത്തിൻ്റെ തീ ചുരിക്കുന്നില്ലേ? ഈ സ്വർഗീയ മഹത്വത്തിൻ്റെ തീയാണ് നമ്മൾ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വമായി നമുക്ക് ടാൻജിബിളായി മാറുന്നത്, സ്പർശ്യമായി മാറുന്നത്. ഈ മഹത്വം തന്നെയാണ് പിന്നീട് കാനായിലെ കല്യാണത്തിന് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ജലവിധാനത്തിൽ തെളിയണതും ഈ മഹത്വം തന്നെയാണ്. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഡൗൺ ദൈവം എന്താ ചെയ്തതെന്നൊക്കെ വലിയ പിടിയുണ്ടോ? നമുക്ക് ഒരു ജന്മം നിന്ന് കരഞ്ഞു പോകും ദൈവം ചെയ്തത്. കാരണം മോസസ് എന്താ ചെയ്തത്? മോസസ് ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങൾ മോസസിനോട് പറയുന്നു, മൂടുപടം നിൻ്റെ മുഖത്തുനിന്ന് മാറ്റരുത്, ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടേ Take the word of God. Sudhikata hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Sudhikata hallelujah. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. പുറപ്പാട് 20:19. പുറപ്പാട് 20:19. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോഴും നേരെ പോലും നോക്കാൻ പറ്റാത്ത മോസസ് പോലും ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു മുഖത്തിൽ തൂവാലയിട്ടാൻ നോക്കണത്. ഈ അപ്രാപ്യമായ മഹത്വമാണ് നമ്മൾക്ക് സ്പർശ്യമായിട്ട് ഏകജാതനിലേക്ക് വചനം മാംസമായി ദൈവം
നമുക്ക് സ്പർശ്യമായി തരണത് അത് കാരുണ്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഓഫ് അവർ മെരിറ്റ്. ദൈവത്തിൻ്റെ അപ്രാപ്യവും അചുംബനീയമായ മഹത്വത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾക്ക് സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി. മറിയം അത് നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് മഹത്തെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെക്കുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കേൾക്കില്ലേ? അതായത് ഇടുക്കിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ത് മാത്രമാണ്? ഏതാണ്ട് 870 മെഗാവാട്ടാണ്. 870 മെഗാവാട്ട്. ഞാൻ എവിടെയോ പണ്ട് വായിച്ച ഓർമ്മയാണ്. നമുക്ക് ഒരു കേരളത്തിന് ഡൊമസ്റ്റിക് വീടുകളിൽ കത്തിക്കാൻ വേണ്ടി ഒരു 5.7 കിലോ വാട്ട് മതി. 1000 കിലോ വാട്ടാണ് ഒരു മെഗാവാട്ടെന്ന് ഓർക്കണം. ഇതാണ് പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ വീട്ടിൽ 230 വോൾട്ടായിട്ട് കൊണ്ടുവരണത്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ കേട്ട വചനമില്ലേ? പുറപ്പാട് 20:19 ജനങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സ്പർശിക്കാൻ പറ്റാതെ ഭയപ്പെട്ടിട്ട് മോസസിനോട് സംസാരിക്കാൻ പറയുകയാണ്. ഞങ്ങളോട് ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ച് വീഴുവന്നു. ഈ അപ്രാപ്യമായ മഹത്വത്തെയാണ് ഈശോ മനുഷ്യാവതാരത്തിലൂടെ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വത്തിലേക്കും അതേസമയം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:1-2 വചനങ്ങളുടെ മറുരൂപമലയുടെ മഹത്വത്തിലേക്കും 2 പത്രോസിൻ്റെ 1:18 മറുരൂപമലയിലെ മഹത്വത്തിലേക്ക് റെഡ്യൂസ് ചെയ്യണത് പ്രാപ്യമായി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് ചെറുതാക്കി വോൾട്ടേജ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവനെ കണ്ടില്ലേ? ഈ ഏകജാതിൻ്റെ ശക്തിയും പത്രോസ് പോലും കണ്ടിട്ട് ഭയപ്പെട്ടു പോയതാണ്. എന്നിട്ട് വെളിവ് പോയി പത്രോസിൻ്റെ. നമ്മളിവിടെ ആയിരിക്കണത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നിലവിട്ട് സംസാരിക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ മഹത്വവും മനുഷ്യൻ കണ്ടാൽ പോലും നിലവിട്ട് പോകുന്ന ആ മഹത്വത്തെ മറിയം ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി ഒരു കല്യാണ വീട്ടിലെ കുടുംബത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഈ ഏകജാതിൻ്റെ മഹത്വത്തെ ഒരു കുടുംബത്തിന് വേണ്ടി മറിയം കൺവേർട്ട് ചെയ്യുന്ന കാണാം. മറിയത്തിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ വെച്ചിട്ട് പവർ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് വചനം മഹത്വത്തിൻ്റെ അടയാളം എന്ന് വിളിക്കുന്നത്. മറിയമാണ് മഹത്വത്തിന് മധ്യസ്ഥ. യോഹന്നാൻ 1:2-11 ശ്രദ്ധിക്കട്ടെ. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. നിന്റെ മഹത്വം മരിയൻ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് പ്രകടമാക്കുന്നതിന്, ഉടമ്പടിയിലൂടെ പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ഓക്കെ പറഞ്ഞേ വായിച്ചേ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം കുറിച്ചത് ആരാണ്? അമ്മയാണ്. ഇന്ന് കൃപാസനത്തിൽ നിന്ന് ഇങ്ങനെ തോരാത്ത സാക്ഷ്യങ്ങളല്ലേ? ഇപ്പം നമ്മൾ സകല സമയ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ ചാനലിടെ ആരംഭിക്കുക. സകല സമയം 24 മണിക്കൂറും ലൈവായിട്ട് സാക്ഷ്യം കേൾക്കാം. കാര്യം അത്ര കണ്ട് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഏതാണ്ട് 8,000-ഓളമാണ് അപ്പ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നത്. 8,000-ഓളം സാക്ഷ്യങ്ങൾ.
8000 സാക്ഷ്യങ്ങളും. അപ്പോൾ പലർക്കും സങ്കടമാണ്, ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ സാക്ഷി ഇട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പക്ഷേ അതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, യേശു പ്രവർത്തിച്ച, അമ്മയുടെ മാധ്യസ്ഥ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ചത്. അതിങ്ങനെ പിന്നീട് അത് ആരംഭം മാത്രമാണ്, അറ്റവും അറുതിയും ഇല്ലാതെ ഇങ്ങനെ നീളുന്ന സാക്ഷ്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഇനി ലൈവായിട്ട് സാക്ഷ്യം ഉണ്ടാവും. 24 രാവിലെ 6 മണി തൊട്ട് രാത്രി 6 വൈകുന്നേരം 6 മണി വരെ, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ നിരന്തരം സാക്ഷ്യം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട് 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 അഭിഷേകം പ്രാപിച്ച് ഉടമ്പടി ശക്തി പ്രാപിച്ച് ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം. അനേക മക്കളിലേക്ക് വിശ്വാസത്തിൽ നിലനിർത്താനും പ്രതിസന്ധികളെ അതിജീവിക്കാനും കഷ്ടപ്പാടിൻ്റെ കാലത്ത് കണ്ണീരിൻ്റെ സമാധാനവുമായി ഉടമ്പടിയുമായി വരും ദൈവത്തിൻ്റെ മഹത്വം മറ്റു ജനങ്ങളുടെ കൈമാറാൻ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ആരാധന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. എത്രയോ ആയിരങ്ങൾ ആശ്വാസം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളെ ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ എന്നെ വിശുദ്ധമായി മണ്ണിൽ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പോൾ ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് 2 ദിവസം മതി നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേലും തീരുമാനമെടുക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചിറക്കാൻ ചിലപ്പോൾ 200 ദിവസം വേണ്ടി വരും. അതാണൊരു പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എടുക്കുന്നതിലൂടെ കർത്താവിന്റെ ദയയ്ക്ക് പാത്രീഭൂതരാകുക. യേശുവേ കൃപയാകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നിങ്ങൾ രോഗമുള്ളിടത്തെല്ലാം കൈവച്ച്, നിങ്ങൾക്ക് തന്നെ രോഗം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ കാരുണ്യം തലമുറകൾ തോറും നൽകുന്ന. അപ്പം നിങ്ങളുടെ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. രോഗമുള്ളത് ഇവിടെ അച്ഛൻ രോഗികളെ ഞാനിങ്ങനെ ജനറലായിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ എൻ്റെ മക്കൾ 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൈകൾ മാറ്റി, ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അതറിയാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനായിട്ടും കർത്താവെ കൃപാസനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ കൈകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രോഗമുള്ളിടത്തെല്ലാം PCOD രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ പിസ്തുല രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കരട് രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ.
തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. മെനിഞ്ചൈറ്റിസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ. കണ്ണ് കാഴ്ചയില്ലാത്തവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെ, അതിന് ഓപ്പറേഷൻ ചെയ്യുന്നവരെ സ്പർശിക്കണേ കർത്താവെ. അങ്ങനെ ഓരോ മക്കളും കൈ പൊക്കാൻ പാടില്ലാത്ത, നീതി കെട്ടുന്നവരെ, നീർക്കെട്ടിൻ്റെ രോഗമുള്ളവരെ, നീരിറക്കമുള്ളവരെ എല്ലാവരും സ്പർശിക്കുക കർത്താവെ. ഈശോയെ, ഈശോയെ, ഓരോരോ ശ്വാസകോശ രോഗികളെ, വിധവ മക്കളില്ലാത്തവരെ, അതുപോലെ കിഡ്നി രോഗികളെ എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാരക രോഗങ്ങൾ, തിരാവേദികൾ, പറയാത്ത രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ശ്രദ്ധിക്കട്ടെ. അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി അവർ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രകടമാക്കണമേ എന്ന് സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, രോഗികളുടെ പ്രാർത്ഥന തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലിയില്ലാത്തവരെ. ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതല്ലേ, ജോലിയില്ല. കോൺട്രാക്ടർമാർ വരെ വർക്ക് കിട്ടാതെ, ഓരോ ലോബികളൊക്കെ വന്നിട്ട് സംസ്ഥാനത്തിൻ്റെ വർക്ക് അടിച്ചു മാറ്റിയിട്ട് പഴയ കോൺട്രാക്ടർമാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായി, ബാങ്കിൽ പലിശ കൂടി ജപ്തിയായി. എന്തുമാത്രം, അതായത് ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിൽ ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ സമൂഹം അനുഭവിക്കുന്നത്. ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ജോലിയില്ലാത്തവരുടെ കൂടെ തന്നെ പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, വിളിക്കപ്പെടാത്തവർ, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, അവരുടെ വയസ്സ് കവിയാൻ പോകുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കടകൾ പൂട്ടിപ്പോയവർ, കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും വാടക കിട്ടാത്തവർ, കട ഒഴിയാത്തവർ, കേസായിപ്പോയവർ, സ്ഥലങ്ങൾ കേസിലായിപ്പോയവർ, വിൽക്കാൻ പറ്റണില്ല, കേസ് തീരണമില്ല, അങ്ങനെ അകപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം നടക്കാത്തൊരു നടന്ന വിവാഹത്തിലെ കുരുക്കിൽ വീണ് പോയവർ എല്ലാവരും കണ്ണീരോടെ ആൽത്താറയിൽ അമ്മയോട് ചേർന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അമ്മ മധ്യസ്ഥയാകണമേ. ദൈവമഹത്വത്തിൻ്റെ മധ്യസ്ഥയെ കർത്താവേ, എല്ലാ മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് സാക്ഷ്യമായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മ അടയാളമാകണമേ. അമ്മ മഹത്വത്തിന് മധ്യസ്ഥയാകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ഗിഫ്റ്റ് നടപടിയിൽ ഇരിക്കുന്ന മക്കളെ, ഒരു പോംവഴിയും കാണാതിരിക്കുന്ന മക്കളെ, പണം കൊടുത്തിട്ട് പണം കുടുങ്ങിപ്പോയവർ, അന്യൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കണം, അന്യാധീനപ്പെട്ടു പോയ പണം, അതുകൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് മാർഗമെന്നറിയാതെ അന്താളിച്ച് ജീവിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ജയിലിലായിപ്പോയവർ, പല കേസുകളിലും കള്ളക്കേസും അകപ്പെട്ട് ജീവിതം കുരുങ്ങിപ്പോയവർ,
വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, എത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ച് ശരീരത്തിന് ഏക്കാത്തവരെ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവമേ, നീ മറിയത്തിൻ്റെ മാധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾ വഴി അടയാളങ്ങളിലൂടെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ഭവനരഹിതര്, വഴിയില്ലാത്തവര്, വഴി തടസ്സമുള്ളവര്, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, വിദേശത്ത് പോയിട്ട് വേണ്ടത്ര ജോലി കിട്ടാതെ മിസ്സായി പോയിട്ട് ഡേറ്റ് തീരാൻ പോകുന്നവർ, അവിടെയുള്ള ചെലവിന് മാത്രം ജോലി ഉണ്ടാകുകയും കടം പരിഹരിക്കാൻ പറ്റാതെ ചെറിയ ജോലിയിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇനി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക മൗനമായി. മുട്ട സമാപനാശീർവാദം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിലൂടെ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, സ്തുതി. Thank you, Jesus. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ